156 കുട്ടികൾ അമേരിക്ക ഇറാനില് ബോംബിട്ട്, ഒരു സ്കൂളിൽ ബോംബിട്ട് 156 ചെറിയ കബറ് ഒരുക്കിയിട്ട് അതിന്റെ ചിത്രം നമ്മൾ കണ്ടു. JCB കൊണ്ട് ഇങ്ങനെ കബറുണ്ടാക്കി 156 കുട്ടികളെ ആ കബർ റെഡിയാക്കിയ ഒരു ചിത്രം എല്ലാവരും ഇതിൽ കണ്ടു. സത്യങ്ങൾ ആലോചിച്ച് നോക്കി. ആൾക്കാർ മതനിരീശ്വരവാദികൾ, അള്ളാഹുവിനെ കളിയാക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ കളിയാക്കുന്ന ആളുകൾ, ദൈവം എന്ത് ക്രൂരനാണ്, ഈ കുട്ടികളെ കൊല ചെയ്തത് ദൈവമല്ലേ, ഈ വിധി അവർക്ക് വരുത്തി വെച്ചത് ദൈവമല്ലേ, ദൈവത്തിന്റെ വിധിയല്ലേ, ദൈവത്തിന്റെ തീരുമാനമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പം അതിന് മറുപടി കൊടുത്തു ഒരു പെൺകുട്ടിന്റെ പോസ്റ്റ്. ഭയങ്കര അത്ഭുതം തോന്നി. ആ പെൺകുട്ടി ചോദിച്ചെന്തരാ, അതിലെന്താണ് ഇത്ര അത്ഭുതം എന്നാണ്, അതിലെന്താണ് ഇത്ര അത്ഭുതം എന്നാണ്. കാരണം ആരാണ് ആ കുട്ടികളെ മരിപ്പിച്ചത്? ആരാണ് ആ കുട്ടികളെ മരിപ്പിച്ചത്? ആ കുട്ടികൾക്ക് ജീവൻ നൽകിയ, ആ കുട്ടികൾക്ക് സംരക്ഷണം നൽകിയ, ആ കുട്ടികൾക്ക് റൂഹ് നൽകിയ അതേ സൃഷ്ടാവ് തന്നെയാണ് ആ കുട്ടികളെ മരിപ്പിച്ചത്. ആ സൃഷ്ടാവ് തന്നെയാണ് അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ സൃഷ്ടാവ് തന്നെയാണ് അവർക്ക് സ്വർഗം നൽകുക. അതുകൊണ്ട് അതിലൊരു അനീതി ഇല്ല എന്നാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരാളെ വേറെ ആള് കൊല്ലുകയാണെങ്കിൽ അതിൽ അനീതി ഉണ്ട്. ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനാണ് അവയെ നിലനിർത്തുന്നത്, ഞാൻ തന്നെയാണ് അവരെ മരിപ്പിച്ചത്, ഞാൻ തന്നെ അവരെ ജീവിപ്പിക്കുകയും അവർക്ക് സ്വർഗം നൽകുകയും ചെയ്യും. പിന്നെ അതിലെന്താ നീതിയുള്ളത്? അതെന്റെ തീരുമാനമാണ് അല്ലെ, എന്റെ തീരുമാനമാണ്. അപ്പോ അള്ളാഹു അങ്ങനെ ഒരു പരലോകം ഒരുക്കിയിട്ടില്ലെങ്കിൽ, അള്ളാഹു അങ്ങനെ ഒരു പ്രതിഫലത്തിന്റെ വേദി ഒരുക്കാതെയാണ് ആ കുട്ടികളെ കൊന്നതെങ്കിൽ അത് അനീതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവാണ് അവർക്ക് ജീവൻ നൽകിയത്, മരണം നൽകിയത്, പുനർജീവൻ നൽകുന്നത്, അവർക്ക് പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് അത് അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു അനീതി ഇല്ലാന്ന് ഒരു പെൺകുട്ടി തന്റെ നിരീശ്വരവാദിയായ ഫ്രണ്ടിന് മറുപടി കൊടുത്തപ്പോൾ സത്യത്തിൽ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു മറുപടിയാണ്. ഭയങ്കര അത്ഭുതം തോന്നി.